ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അയില മുളകിട്ട് കുറുകിയ ചാറോടുകൂടി തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതേ രീതിയിൽ തയ്യാറാക്കിയാൽ നമ്മൾ പിന്നെ ഇങ്ങനെ തയ്യാറാക്കുകയുള്ളൂ. ഇങ്ങനെ തയ്യാറാക്കിയാൽ നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഏത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതേ രീതിയിലാണ് കുറുകിയ ചാറോടുകൂടി തയ്യാറാക്കിയിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇത്രയും കുറുക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം എല്ലാവർക്കും കൊടുക്കണ്ടല്ലേ. ഇതിപ്പോൾ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കുറുക്കി എടുത്തതേ ഉള്ളൂ. പ്രത്യേക രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതേ രീതിയിൽ നമ്മൾ ഒരു പ്രാവശ്യം തയ്യാറാക്കിയാൽ പിന്നെ ഇങ്ങനെ തയ്യാറാക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും നന്ദി പറയുകയാണ്. എൻ്റെ ഈ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5-6 വലിയ വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ച് വെച്ചിരിക്കുന്നതും, ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ തക്കാളിയുണ്ട്, 2 എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു 5 അയലയാണ്. നല്ല ഫ്രഷ് അയലയായിരുന്നു, നല്ല പച്ച അയലയായിരുന്നു. അത് നന്നായിട്ട് വെട്ടി തേച്ച് കഴുകി വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിത് 2ആയിട്ട് കഷ്ണിക്കും കേട്ടോ. 5 അയലയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിന് ചേർക്കാനായിട്ട് ഞാൻ ഒരു കുടം പുളിയുടെ 1/4 ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള പുളിയാണ്, വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുളി നമുക്ക് നല്ല പുളിയാണ്. അപ്പോൾ ഇത്രയും പുളി ചേർക്കണ്ട, എങ്കിലും ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ചട്ടി അടുപ്പേ വെച്ച് ചൂടായ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ തക്കാളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മൂപ്പിച്ചതിൻ്റെ തൊലിയെല്ലാം ചൊങ്ങി വരണം, അതേ രീതിയിൽ മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതിൻ്റെ തൊലി കളഞ്ഞാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയെല്ലാം ചൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും കൊടുത്ത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കുകയാണ്. വഴറ്റി മൂപ്പിച്ചെടുക്കുകയാണ്. മൂപ്പിച്ചെടുത്തതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ തക്കാളിയുടെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നമ്മൾ ഈ തക്കാളിയും ഈ ചെറിയ ഉള്ളും കൂടെ അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കിയെടുക്കും. നല്ല ചന്ദനം പോലെ അരച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ ഈ മീൻ കറിക്കകത്ത് ചേർക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കോരിയെടുത്ത് തണുത്തതിന് ശേഷം നമ്മളിത് അരച്ചെടുക്കും തൊലി കളഞ്ഞ്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുവാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ആദ്യം നമ്മൾ ഇഞ്ചി ചേർക്കും. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ കൂടെ പച്ചമുളക് നമ്മൾ അങ്ങിട്ട് കൊടുക്കും. എന്നിട്ടൊന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ്. നമുക്കിവിടെ ഇപ്പോൾ കുറച്ച് കറിവേപ്പിലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ഇട്ട് മൂപ്പിച്ച് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിവിടെയൊക്കെ ഉപയോഗിക്കാറ്. നമുക്കത് മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി മതി. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ചങ്ങെടുത്തതേ മൂപ്പ് അല്ലെ കറക്റ്റ് ആവത്തില്ല, കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് നമ്മുടെ ചെറിയ ഉള്ളിക്കകത്തും ഒക്കെ വെളിച്ചെണ്ണ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഇനി വെളിച്ചെണ്ണ ചേർക്കണ്ട. നമ്മൾ അതും കൂടെ അരച്ച് ചേർത്ത് കഴിയുമ്പോൾ എണ്ണ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഈ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നന്നായിട്ടൊന്ന് ചട്ടിക്കകത്തിട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് മണം വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുള്ള, അതായത് തക്കാളിയും നമ്മുടെ ചെറിയ ഉള്ളിയും മൂപ്പിച്ചത് പേസ്റ്റാക്കി എടുത്തിട്ട് വന്നിട്ടുള്ള നമ്മൾ ഇതിനകത്ത് കൂട്ടി ചേർത്ത് ഇനി അങ്ങ് വഴറ്റണ്ട. കാരണം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തതാണല്ലോ, തക്കാളിയും മൂത്തതാണ്. അപ്പോൾ അതിൻ്റെ പച്ചച്ചവയൊന്നും കാണില്ല. അപ്പോൾ നമ്മളിതിനകത്തിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മുടെ മിക്സിയും കൂടെ ഒന്ന് കഴുകി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഭയങ്കര പുളിയുള്ള പുളിയാണ് കേട്ടോ. നമ്മൾ ഒത്തിരി പുളി ഇട്ടാലേ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ആ പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം.
പുളിയും വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വെള്ളം അടുപ്പിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ പിന്നെ ഉള്ളിയൊക്കെ മൂപ്പിച്ചതല്ലായിരുന്നു, അപ്പോൾ പിന്നെ അത് തിളച്ച് വരേണ്ട താമസമല്ലേ. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ വെന്ത് പറ്റാൻ വേണ്ടിയുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ഇനിയും പറക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളകും ഇടാൻ നേരത്ത് സ്റ്റൗ ഓഫ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റൗ ഓൺ ചെയ്തു. നമ്മൾ ഹൈ ഫ്ലെയിമിലിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളത് മീഡിയം ഫ്ലെയിമിലാക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കൂട്ടി ഇളക്കുവാണ്. കൂട്ടി ഇളക്കി നന്നായിട്ടൊന്ന് കുത്തി തിളച്ച് വരുമ്പോൾ നമ്മൾ ഗ്യാസ് മീഡിയം പരുവത്തിലാക്കി വെച്ച് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് വെന്ത് പറ്റി കുറുക്കിയെടുക്കണം. നമ്മുടെ എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ വെന്ത് പറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കറിവേപ്പിലയുടെ ഒരു 2-3 ഇതള കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ കുറച്ച് തുറന്ന് വെച്ച് അടയ്ക്കണമെങ്കിൽ അതിൻ്റെ ആവി അങ്ങ് പാനും തിളച്ച് തൂവാതിരിക്കാനും ഒക്കെ ആയിട്ട്. നല്ല അടച്ച് ഫുള്ള് വെച്ചാൽ തിളച്ച് തൂവി പതഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ മീനൊക്കെ കുറുകി ഇടയ്ക്ക് നമ്മളൊന്ന് ചിറ്റിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ലെങ്ത് കൂടുമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അധികം കാണിക്കാത്തത്. അപ്പോൾ നമ്മളൊന്നുകൂടെ ചിറ്റിച്ച് കൊടുത്ത് എന്നിട്ട് നമ്മുടെ ഈ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വരണം. അപ്പോഴത്തേനും നമ്മുടെ മീനങ്ങ് നന്നായിട്ട് കുറുകി ഫോമാകും. നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ചിറ്റിച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ മീനൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിറ്റിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാത്ത വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ്, അതാ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കുകയാണ്. ഇതേ കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മീൻ ചാറ് കുറുകി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കോട്ട് തവിയിട്ട് ആ മീൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം കുത്തി ഇളക്കരുത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് അങ്ങോട്ട്, കാരണം അതിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് ചട്ടിക്ക് അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ലേ ഇതേ രീതിയിൽ കുറിയിട്ടുണ്ട്. ഞാനൊരു ശകല ഉപ്പ് നോക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടെ, ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്കതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചൂടുണ്ടെന്നിട്ട് ഞാൻ കയ്യിൽ വെച്ച് എന്നിട്ട് നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരണം. നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കറി. ഭയങ്കര ടേസ്റ്റാണ്. കുറുകി എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറച്ച് പേരുള്ളത് കൊണ്ടാണ് കുറുകി എടുത്തത്. അപ്പോൾ അടുത്ത എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം പിന്നെ ഷെയറും കൂടെ ചെയ്യണം. ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ മക്കളെ എല്ലാവർക്കും നന്ദി.